ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നോമ്പുതുറയായിട്ട് നല്ലൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അതേപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇത്, ഉണക്കമുളക് പൊടിച്ചത് കേട്ടോ. മുളക് പൊടിയല്ല, ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്. അതേപോലെ ഒറിഗാമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാമി അതേ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുക, എല്ലാം നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഓക്കെ, നല്ലവണ്ണം കുഴച്ചിട്ട് അവിടെ ഒരു നല്ലൊരു ബോ പോലെ ആക്കിയിട്ട് വെക്കുക. കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക ലാസ്റ്റിക്ക് വെച്ചിട്ട്. ഓക്കെ, ഇനി അവിടെ 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്കിത് അടച്ച് വെക്കട്ടെ. അതിന് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഇവിടെ 2 ഉള്ളി എടുത്ത് വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് സമയമായിട്ട് വാട്ടൊന്നും വേണ്ട, ഒരു ഏകദേശമൊക്കെ ഒരു പകുതി പരിവായി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതേപോലെ വലിയ ജീരകപ്പൊടി. ആ 4 പൊടി ഏകദേശം ഒരു 1/2 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കട്ടോ. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില, അതേപോലെ കറിവേപ്പില എല്ലാം കൂടി ഒന്നാണ് മിക്സാക്കി അതാണ് മാറ്റി വെക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മയോണീസ് വേണം. മയോണീസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെക്കുക. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 മുറി ലെമൺ ജ്യൂസ്, നാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നാണ്ട് കറക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡോ എന്തായി നോക്കാം. കണ്ടില്ല, നല്ല വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, കൗണ്ടർ ടോപ്പിലിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം പകുതി പോർഷൻ എടുത്തിട്ട് ഞാൻ പരത്തുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് പരത്താൻ കഴിയില്ല, കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, ഇത് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യുക, ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ സൈസ് തന്നെ മതി കേട്ടോ. ഓക്കെ, ബാക്കി ബാലൻസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈദാണ് ചുരുങ്ങി പോകേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് നമ്മൾ റെഡിയാക്കി, ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ റെഡിയാക്കി വെച്ചത്, അത് എല്ലാറ്റേക്കും ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ക്യാബേജോ ക്യാപ്സിക്കോ എന്താ പച്ചക്കറി വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ, അതൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നമ്മൾ മയോണൈസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ടൊമാറ്റോ സോസോ കെച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ചേർക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ചേർക്കണില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പകുതി ഇതിൽ അപ്പത്തിൽ ചേർത്തിട്ടുള്ളത്. ബാക്കി അപ്പത്തിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ഒട്ടിച്ച് കൊടുക്കണേ അല്ലേ. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്നാണ് വെച്ചിട്ട് സൈഡിൽ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് വിരൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്താൽ മതി. കവറായി കിട്ടും കേട്ടോ. പിന്നെ കൂടുതൽ പണിയൊന്നുമില്ല. അതെല്ലാം പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഓക്കെ, അതൊക്കെ റെഡി ആയിട്ട് എന്നാൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് കോട്ടിങ് കൊടുക്കണം. കോട്ടിങ് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. അതിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെന്താ നല്ല പൊരിച്ചെടുക്കാം. ഓയിലൊക്കെ ഇവിടെ ചൂടായി കൊണ്ടിരിക്കുന്നതിൽ അപ്പോൾ 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെയ്യപ്പം പൊരിച്ചത് പോലെ ഉണ്ട് കണ്ടപ്പോൾ. പക്ഷേ നെയ്യപ്പം ഒന്നുമല്ല കേട്ടോ, കഴിക്കുമ്പോൾ അറിയാലോ നെയ്യപ്പല്ല എന്നുള്ളത്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. അത് നമ്മൾ ഫില്ലിങ്ങും ഇതൊക്കെ റെഡിയാക്കുമ്പോൾ ചെറിയ സൈസ് ആയിക്കാരം. പക്ഷേ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരികയാണ്. ഈസ്റ്റ് ചേർത്തല്ല, പൊങ്ങി വരികയാണ്. നല്ല സൈസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. നല്ല ക്രിസ്പി ആയി നല്ല റൈറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.